അപ്പോൾ ഞാൻ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാൻ കാരണം ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കരിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പണ്ട് തൊട്ട് വരയ്ക്കാനും അങ്ങനെയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ ആകുമ്പം നമ്മുടെ ജോലി ചെയ്യുന്നത് കൂടുതൽ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റായിട്ട് കിട്ടുന്ന കരുതിയിട്ടാണ് ഞാൻ ആർക്കിടെക്ചർ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ ശരിക്കും അറിഞ്ഞത് ഒരു +1 പഠിക്കുന്ന ജെഇയുടെ സെക്കൻഡ് പേപ്പറിലൂടെ IITകളിലും NITകളിലൊക്കെ ആർക്കിടെക്ചർ പഠിക്കാമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അത് ഓപ്റ്റ് ചെയ്യാൻ കാരണം. പിന്നെ 12th കഴിഞ്ഞപ്പം ഞാൻ ക്രാഷ് ബാച്ചിന് ഇഗ്നൈറ്റിൽ പോയി ചേർന്നു. അവിടെ ഐ തിങ്ക് 3 മാസമാണ് ഞങ്ങൾ ക്രാഷ് ബാച്ച് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറേ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം അവിടുന്ന് കിട്ടുമായിരുന്നു. പിന്നെ ഈ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മോക്ക് ടെസ്റ്റ് കാരണം മോക്ക് ടെസ്റ്റിൽ അതേ ക്വസ്റ്റ്യൻസ് നാറ്റയ്ക്ക് അതേപോലെ 2-3 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ വന്നിട്ടുണ്ട്. കാരണം മോക്ക് ടെസ്റ്റ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഫാക്കൽറ്റി ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പറയുകയാണെങ്കിലും എല്ലാവരും എപ്പോൾ വിളിച്ച് ഡൗട്ട്സ് ചോദിച്ചാലും വളരെ നന്നായിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീം തന്നെ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഈവൻ ഇത് നമ്മുടെ റിസൾട്ട്സ് വന്നു കഴിഞ്ഞിട്ടും അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് അറിയാനും എല്ലാം നന്നായിട്ട് ചോദിക്കുന്നതിനെല്ലാത്തിനും വളരെ ഇതായിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്സൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതും ടോപ്പ് റാങ്ക് കിട്ടിയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട്. ഈ ഡ്രീം കോളേജിനും കൂടെ കിട്ടിയ അഭിലാഷ് സാറിനെ എപ്പോൾ വിളിച്ചാലും അഭിലാഷ് സാറ് ഫോൺ എടുത്ത് അത് കറക്റ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും. സാർ എന്ത് തിരക്കുണ്ടെങ്കിലും സാർ പറയും തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സാറ് വിളിക്കുമായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു സാർ, അഭിലാഷ് സാർ. ഈവൻ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനെ ആണെങ്കിലും അവരെ ഇപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് തന്നെ അവർ റിസർച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും അവർ പറഞ്ഞു തരുമായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും. അപ്പോൾ അത് സ്റ്റാഫ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇഗ്നൈറ്റിലെ ലൈബ്രറി തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഐ തിങ്ക് ജെഇയുടെ ആണ് ഒന്നും കൂടെ ഇതുള്ളത്, ജെഇയുടെ ഇതിന്. പിന്നെ നാറ്റയുടെ സിലബസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കാരണം കൂടുതൽ ഐ തിങ്ക് നമ്മൾ തന്നെ ഒന്നും കൂടെ എക്സ്ട്രാ ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നാറ്റയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. കാരണം സിലബസ് എപ്പോഴും ഓരോ ഇയറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇൻഫർമേഷൻ നമ്മൾ തന്നെ സീക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, പ്രതീക്ഷയില്ല. ഈസി ആയിട്ടുള്ളൊരു കരിയർ അല്ല. എല്ലാ കരിയേഴ്സിനും അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫാമിലിയാണ്. ഞാൻ ഇത് എടുക്കുമെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇതുവരെ അത് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലി തന്നെയാണ്. സോ അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം എയിം ചെയ്ത് അത് കിട്ടുമെന്ന് വിചാരിക്കുക, അല്ലാതെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസും കൊണ്ടുവരരുത്. അത് പോസിറ്റീവായിട്ട് എയിം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും കിട്ടും. ആർക്കാണെങ്കിലും എന്തൊരു കാര്യവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.